ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് സീസൺ 2 3 വർഷത്തിന് ഗ്യാപ്പിന് ശേഷമാണ് ഈ ഒരു സീസൺ 2 വരുന്നത്. അപ്പം ഫാൻസ് എല്ലാം 3 വർഷം വെയിറ്റ് ചെയ്തിട്ട് വന്നൊരു സീരീസാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടിരുന്നൊരു കിട്ടിയൊരു സാധനം. ഒട്ടും പ്രതീക്ഷയില്ല ഈ വർഷം ഈ ഒരു സാധനം റിലീസ് ചെയ്യുന്നുള്ളത്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവർ റിലീസ് ഡേറ്റ് ഇട്ടതും റിലീസ് ചെയ്തത്. എൻ്റെ ഒരു സീരീസ് വന്നിട്ടില്ല. ഫസ്റ്റ് ആക്ട് 3 എപ്പിസോഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഒരു സീരീസിനെ അല്ലെങ്കിൽ ഈ ഒരു സീസണെ 3 ആക്റ്റായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആക്ട് November 9 റിലീസായി. സെക്കൻഡ് ആക്ട് November 16 അടുത്ത 3 എപ്പിസോഡ് വരും. November 23 ഫൈനൽ ആക്ട് 3 എപ്പിസോഡ് വരും. ഫസ്റ്റ് 3 എപ്പിസോഡിൻ്റെ റിവ്യൂ ആണിത്. പക്ഷേ ആ ഒരു ഫസ്റ്റ് 3 എപ്പിസോഡ് ഈസ് എ മാസ്റ്റർ പീസ്. കാരണം 250 മില്യനാണ് ഈ ഒരു സീരീസിൻ്റെ എൻ്റയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഭയങ്കര കൂടുതലാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ റയറ്റ് ഗെയിംസ് ഈ ഒരു സീരീസിന് വേണ്ടി മുടക്കിയിട്ടുള്ള എവരി പെന്നി ഈസ് വർത്ത്. കാരണം അത്രയ്ക്ക് പ്യുവർ ലെജൻഡറി സാധനമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ വിഷ്വൽസ് ആയാലും അനിമേഷൻ ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും ഇതിൻ്റെ ക്യാരക്ടേഴ്സിന് വോയിസ് കൊടുക്കുന്ന ആക്ടേഴ്സ് ആയാലും എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. അത്രയ്ക്ക് ഒരു ബ്യൂട്ടിയാണ് ഈ ഒരു സീരീസ്. നമുക്കറിയാം ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് 2021 റിലീസ് ആവുന്ന സമയത്ത് ഇറ്റ് വാസ് ദ ബെസ്റ്റ് അനിമേഷൻ സീരീസ് എന്നായിരുന്നു. അതായത് 90% കൂടുതലാണ് എല്ലായിടത്തും റേറ്റിംഗ് കൊടുത്തിരുന്നത്. ഈവൻ IMDb, റോട്ടൻ ടൊമാറ്റോസ് എല്ലാവരും അതാണ്. അതായത് ഇതൊരു ലൈവ് ആക്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ദി മാസ്റ്റർ പീസ് ആയതിനാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സീരീസ് വരുന്നു. അത് എൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 3 വർഷങ്ങളിലാണ്, നീണ്ട 3 വർഷങ്ങൾക്ക് ശേഷം സീസൺ 2 വരുന്നു. ആ ഒരു കാലയളവിൽ പലരും സ്റ്റോറി മറന്നുപോയി വീണ്ടും റീവാച്ച് ചെയ്തിട്ടൊക്കെയാണ് സീസൺ 2ലേക്ക് വരുന്നത്. എവിടെയാണോ സീസൺ 1 തീരുന്നത് അവിടെയാണ് സീസൺ 2 തുടങ്ങുന്നത്. അതായത് ജിങ്സ്, പൗഡർ ആ ഒരു കൗൺസിലിനെ തകർക്കുന്നു. അവിടുന്ന് സീസൺ 2 തുടങ്ങുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നു? വയലറ്റ്, കാറ്റലിൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ജെയ്സ്, വിക്ടർ. അപ്പം ഈ ഒരു സീസണിൽ കുറേ ക്യാരക്ടർ എവല്യൂഷൻ ഉണ്ട്. കുറേ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്, ഇവോൾവ് ആവുന്നതൊക്കെ നമുക്ക് അതിനകത്ത് ഏറ്റവും എടുത്ത് പറയുന്നത് വിക്ടറിൻ്റെ ക്യാരക്ടറാണ്. വിക്ടർ ഈസ് ജസ്റ്റ് ലൈക്ക് എ ജീസസ് നോ. ഭയങ്കര പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ. ഒരു പ്യുവർ ഈവിളാണോ പ്യുവർ ഏഞ്ചലിക് ക്യാരക്ടറാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട്. പിന്നെ ജെയ്സ്, മെല്ല്, അങ്ങനെ അവർ എൻ്റെ കൗൺസിലിനകത്ത് വന്ന ചേഞ്ചസ്. ഇനി നടക്കാനായിട്ട് പോകുന്നത് ഡൗൺ ടൗണും അപ്പ് ടൗണും തമ്മിലുള്ളൊരു വാറായിരിക്കും. അതിൽ ജിങ്സിന് വേണ്ടിയിട്ടുള്ള വാറായിരിക്കും, ജിങ്സുമായിട്ടായിരിക്കും വാറ്. സീസൺ 1 ജിങ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സിൽക്കോ ഉണ്ടായിരുന്നു. ഇപ്പം സിൽക്കോ ഈസ് ഡെഡ്. അതുകൊണ്ട് തന്നെ പൗഡർ എന്ന് പറയുന്ന ക്യാരക്ടർ ടോട്ടലി ജിങ്സായി. ഷീ വെൻ ക്രേസി. അവൾക്ക് എന്ത് ചെയ്യണോ അതെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്. അതേപോലെ തന്നെ ഡൗൺ ടൗൺ ഒരു കിങ് ഇല്ലാത്ത രാജ്യം പോലെയാണ്. സിൽക്കോ ആയിരുന്നു അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം സിൽക്കോ ഇല്ല. സോ ഇനി എന്ത് നടക്കും? ഇനി ആരിതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചോദ്യം. കുറേയധികം ഹാർട്ട് ബ്രോക്കൺ സീനുകളൊക്കെ ഉള്ളൊരു സീസൺ കൂടി ആയിരിക്കും ഇത്. അടുത്ത 3 എപ്പിസോഡിൻ്റെ ഒരു മിഡ് സീസൺ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിൽ കുറേ അധികം സാധനങ്ങളുണ്ട്. ഈ ഒരു സീസൺ 2 നിങ്ങൾ കണ്ടിട്ടില്ല, ഇത് ഫുള്ളി ഇറങ്ങിയിട്ട് കാണുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഇല്ലെങ്കിൽ 1 വീക്ക് ഒരു ഗ്യാപ്പ് വരും. നിങ്ങൾ അത്രയും വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കത് ക്ഷമിക്കാനുള്ളൊരു മനസ്സില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 വീക്കും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടോട്ടലി 9 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ ബിഞ്ച് വാച്ചിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ സാധനം തുടങ്ങി അവസാനം തീരുന്നിടം വരെ ഇത് കാണും. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് എൻ്റർടൈനിങ് ആണ് ഈ ഒരു സീരീസ്. അതിനകത്ത് ടെക്നിക്കൽ സൈഡ് ആയാലും അതേപോലെ തന്നെ ആ ഒരു പ്രസൻറ്റേഷൻ ആയാലും എവരിതിങ്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഫസ്റ്റ് സീരീസ് ഇറങ്ങുന്ന സമയത്ത്, ഫസ്റ്റ് സീസൺ ഇറങ്ങുന്ന സമയത്ത് ഇമാജിൻ ഡ്രാഗൺസ് ആയിരുന്നു എൻ്റെ ആ ഒരു എനിമി എന്ന് പറയുന്ന ഇൻട്രോ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോങ് തന്നെയാണ് ഇപ്പോഴും ഇൻട്രോ സോങ് അത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സീസണിൽ കുറേ അധികം അല്ലാത്ത സോങ്ങുകളുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് ലിങ്കിൻ പാർക്കിൻ്റെ ഹെവി ആസ് എ ക്രൗൺ എന്ന് പറയുന്ന സോങ്ങാണ്. അത് ഈ ഒരു സാധനത്തിനകത്ത് കൊടുക്കുന്ന ഒരു ബൂസ്റ്റപ്പ് ഉണ്ട് ചില സീനുകളിൽ. അത് എസ്പെഷ്യലി കുറേ അധികം ആ ഒരു പർട്ടിക്കുലർ സീനുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഇങ്ങനെ അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇജാതി അഡ്രിനാലിൻ റഷാണ് ആ ഒരു സീനൊക്കെ തരുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടോട്ടൽ സീസൺ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതൊരു ഫസ്റ്റ് ഇംപ്രഷനാണ് സീസൺ 2ൻ്റെത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അത് കറക്റ്റാണ് ഈ ഒരു ഇതിനകത്ത് പല സീനുകളൊക്കെ കണ്ട് ഞെട്ടിക്കിളി ഉറക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ആ ഒരു ഹെക്സ്റ്റെക്കിൻ്റെ ഒരു എവല്യൂഷൻ കാണിക്കുന്നുണ്ട്. ഹെക്സ്റ്റെക്ക് ഭയങ്കരമായിട്ട് ഇവോൾവ് ആകും. അത് ഡൗണിനെ എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമൊക്കെ കാണിക്കുന്നതും അതിനകത്തൊരു ട്രാൻസിഷൻ സീൻ കാണിക്കുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇതൊക്കെ എന്ത് ഭയങ്കര പ്യുവർ ബ്ലിസ് സാധനമാണത്. നമ്മളിങ്ങനെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു പോകും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു വിഷ്വൽ എഫക്റ്റൊക്കെ കാണുന്ന സമയത്ത് ടോട്ടൽ മാസ്റ്റർ പീസ് സാധനമായിട്ടാണ്. 250 മില്യൺ അല്ല 300 മില്യൺ കൊടുത്താലും ഇറ്റ്സ് വർത്ത്.
ആ ഒരു ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് എന്ന് പറയുന്ന ഗെയിമിന് കിട്ടാത്ത ആ ഒരു പോപ്പുലാരിറ്റിയാണ് ഈ ഒരു സീരീസിനകത്തോടെ അതിന് കിട്ടിയത്. പലരും ഈ ഒരു സീരീസ് കണ്ടിട്ട് ഈ ഒരു ഗെയിമിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഗെയിം ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. ഗെയിം ഈസ് എ ക്രാപ്പ്. ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതിനകത്തെ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി, ആ ഒരു ക്യാരക്ടേഴ്സ് നമ്മളെ കെമിസ്ട്രിയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് ചെയ്തിട്ടുള്ളത്. ഗെയിം ടോട്ടൽ ഫെയിലിയർ ആണെന്ന് റയറ്റിന് പറയാൻ നമുക്കും അറിയാം. അതുകൊണ്ട് ഇത് കണ്ടിട്ടായിരുന്നു ഇത് കളിക്കാനായിട്ട് പോകേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലീഗ് ഓഫ് ലെജൻഡ്സ്, ആർക്കെയിൻ ലീഗ് ഓഫ് ലെജൻഡ്സ് ഈസ് ദ ബെസ്റ്റ് സീരീസ് ഇൻ 2024 എന്നാണ് എനിക്ക് പറയാനുള്ളത്. അനിമേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പം അനിമയെ നമ്മൾ മാറ്റി നിർത്തുന്നു, അനിമ അല്ല ഇത് അനിമേഷനാണ്. ഇറ്റ്സ് ദ ബെസ്റ്റ്. ഇതിൻ്റെയൊക്കെ റേറ്റിംഗ് കഴിഞ്ഞ വട്ടം 90 ആയിരുന്നുണ്ടെങ്കിൽ ഈ വട്ടം 100% ആകാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ ടോട്ടൽ സീസൺ ഇറങ്ങി കഴിയുമ്പോൾ. ഇത് ഒരു ലൈവ് ആക്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് എമ്മികൾ വാരിക്കുട്ടിയാണ്. എമ്മി അവാർഡ്സ് മൊത്തത്തിൽ ഇത് കൊണ്ടുപോകാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അനിമേഷനാണ് എന്നുള്ളൊരു ഒറ്റ നെഗറ്റീവാണ് ആളുകൾ ഇത് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇതിന് അനിമേഷൻ ഒന്നും പറഞ്ഞ് ചെറുതാക്കാനൊന്നും പറ്റില്ല. കാരണം ഇത് തരുന്നൊരു ഓരോ ക്യാരക്ടേഴ്സും നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു വേ ഉണ്ട്. അത് ചില ലൈവ് ആക്ഷൻസിന് പോലും കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അത് ഫാൻസിന് അറിയാം, എല്ലാവർക്കും ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് അറിയാം. അത്രയ്ക്ക് ടോട്ടൽ എൻ്റർടൈനറായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു അടിപൊളി സീരീസാണ്. എന്തായാലും നിങ്ങളിത് കാണുക. ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും കണ്ടു കാണും ഓൾറെഡി. ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. അത് ആ പെൻഗ്വിൻ അതും തമ്മിലുള്ള ഒരു കൊളാബ് വന്നതുകൊണ്ടാണ്, ആ ഒരു കൊളാശ് വന്നതുകൊണ്ടാണത് അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയത്. ഞാൻ മറന്നുപോയി എന്ന് വേണമെങ്കിൽ. അപ്പോൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പെൻഗ്വിനെ പറ്റിയിട്ട് വേറെ എന്തോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തേനെ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അടിപൊളി സീരീസാണ്. പോയി കാണാൻ, എൻ്റർടൈൻ ആകുക. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്. അത് പറയാൻ മറന്നുപോയി.